ഇന്നത്തേത് റവ വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് സിമ്പിളാണ് ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് റവ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തപ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ളതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കൈ വെച്ചിട്ട് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതിലോട്ട് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതാക്കിയിട്ട് ഗ്രേറ്റ് ആക്കി എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിലേക്ക് ചേർക്കാം. കുറച്ച് മല്ലിയുടെ ഇല പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടെടുത്തിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടി പോകണ്ട. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടെടുത്തത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ചെറുതായിട്ടുള്ള ഒരിതുണ്ടാവും ഇതിൽ. അപ്പോൾ ഇനിയിപ്പോൾ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിതാ ഇതുപോലെ ഡോ ആക്കി എടുത്തിട്ട് 2-3 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. റവ ആയതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈം വെച്ച് ഇത് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് ടൈം ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഈ രീതിയിലായി കഴിഞ്ഞാൽ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഈ ഒരു ഡോ വെച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പം ഞാനിതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ടിയിലാണ് ഇതൊന്ന് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നും ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനിയിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഓരോന്നായിട്ട് ഇട്ടെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എണ്ണയിലിട്ടിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോൾ എണ്ണയില്ലാണ്ട് പാത്രത്തിലിട്ട് വേവിച്ചെടുത്താലും മതി. മീഡിയം ടു ലോ ഫ്ലെയിമിലേക്കാക്കിയിട്ട് നമുക്ക് 2-3 പ്രാവശ്യം ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ടെടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതൊന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും ഒന്ന് എടുത്ത് മാറ്റാം. ബാക്കി കൂടി നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് ചില്ലി ഓയിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതില്ലെങ്കിലും നമുക്കിതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്.